എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ മണിക്കൂട്ടിനെ കുളിപ്പിക്കുന്ന കട്ടിലാണ് കേട്ടാ. ഞങ്ങളുടെ മണിക്കൂട്ട കുളിക്കാൻ പോവാണ്. ഞങ്ങളിപ്പോൾ ഈ കട്ടിലുണ്ടാക്കിയിട്ട് 10 വർഷമായി. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മോനെ കുളിപ്പിക്കാനൊക്കെ. അപ്പം നമ്മളിവിടെ കുളിപ്പിക്കും. നമുക്ക് നിങ്ങളുടെ നീക്കിയിടാം, എവിടെ വേണമെങ്കിലും കട്ടിൽ കൊണ്ടുപോകാം. ഒപ്പം കൂട്ടാനായിട്ട് ഇത് വെച്ച് തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിക്കോളും. വെള്ളം അതനുസരിച്ച് പോയിക്കോളും. ഇതിൻ്റെ അടിയിൽ പൈപ്പുണ്ട്. നമുക്കിപ്പോൾ ചുമരിൽ വേണമെങ്കിൽ പൈപ്പ് വെച്ച് കണക്ഷൻ ചെയ്ത് പുറത്തേക്ക് ആക്കാം. പക്ഷെ ഇത് കട്ടിൽ വേണമെങ്കിൽ കൊണ്ടുപോകേണ്ടതല്ല. അപ്പോൾ അത് തന്നെ അങ്ങനെ ചെയ്തില്ല. അടിയിലേക്ക് വെള്ളം വരും. 2 തട്ടാണ്. അടിയിൽ ഇരുമ്പിൻ്റെ ഫ്രെയിമും മുകളിൽ മോനെ കടത്താനായിട്ട് ഇങ്ങനത്തെ ഒരു ഇതും കൂടി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം മഴയായാലും വെയിലായാലും രാത്രിയാ ഇങ്ങനെയുള്ള മക്കളുള്ള വീടുകളിൽ എല്ലാ ഉപയോഗിക്കാം. നമുക്കിപ്പോൾ മോനെന്നല്ല, ഇത്തിരി പ്രായമായിട്ടുള്ളവർ നമുക്ക് വേണമെങ്കിൽ കടത്തി കുളിപ്പിക്കണമെങ്കിലാ. പിന്നെ താഴെയുള്ള മോനെ കാലിന് വയ്യാതായപ്പോൾ ഞാൻ ഈ കട്ടിലിൽ കിടത്തി തന്നെയാണ് മോനെ കുളിപ്പിച്ചിരുന്നത്. എല്ലാത്തിനും സൗകര്യമാണ് കേട്ടോ. അത് നല്ല ഒരു ഇതാണ്. ഇത് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇന്നിപ്പോൾ എൻ്റെ മോനിപ്പോൾ എനിക്ക് ഡെയിലി കുളിപ്പിക്കാനായിട്ട് കാരണം മോനും ബുദ്ധിമുട്ടില്ല, എനിക്കും ബുദ്ധിമുട്ടില്ല. അല്ല മണിക്കുട്ടാ, മണിക്കുട്ട ഒരു ഹായ് കൊടുത്തേ. ഹായ് പറഞ്ഞേ, ഹായ് പറയേ. ഹായ്. കുളിക്കാൻ പോവാന്ന് പറഞ്ഞേ. നാളെ ഇങ്ങോട്ട് വാടാ. മണി പറയട്ടെ കുളിക്കാൻ പോവാന്ന് പറഞ്ഞേ. കുളിക്കാൻ പോവാന്ന് പറഞ്ഞേ. ആ ഒരു ടാറ്റ കൊടുത്തേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറയേ. ആൾക്ക് ഇത്തിരി ദേഷ്യത്തിലാണ്. ഇനി കുളി കഴിഞ്ഞാലാണ് ആൾക്ക് ഉഷാറാവുള്ളൂ. എൻ്റെ മോന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്നിട്ടതെടുക്ക്.